കേരളത്തിലെ യൂട്യൂബേഴ്സ് എത്രയാണ് വരുമാനം ഏൺ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? എന്നാൽ ഇന്നാണ് ഞാൻ ആ കാര്യം റിവീൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇന്ന് അറിയാൻ പറ്റും ടോപ്പ് 10 മലയാളി മെയിൽ യൂട്യൂബേഴ്സ് ആരൊക്കെയാണ്, ആണുങ്ങളിൽ ആരൊക്കെയാണ് ടോപ്പ് 10 എന്ന് നമുക്കിന്നറിയാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ടോപ്പ് 10 മലയാളി മെയിൽ യൂട്യൂബേഴ്സ് ആരൊക്കെയാണ്, റവന്യൂ വൈസ് ആരൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഏൺ ചെയ്യുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ ടോപ്പ് 10-ൽ. ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. ഇത് ഫാൻ ബേസും ബാക്കി കാര്യങ്ങളും എല്ലാം കൂടെ വെച്ച് ഒരു ഓവറോൾ വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ യൂട്യൂബേഴ്സ് ആയിരിക്കും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. ഞാൻ എന്തായാലും ടോപ്പ് 10 മുതൽ ഒന്നാമത്തെ വരെയാണ്, 10 മുതൽ ഒന്നാമത്തെ വരെയാണ് എത്തുന്നത്. അപ്പോൾ അത് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മാത്രമേ, നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. എന്തായാലും വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഞാൻ പറയാം. 10ാം സ്ഥാനത്തുള്ളത് KL ബ്രോ ബിജു ഋത്വിക്കാണ്. KL ബ്രോ ആണ് ഉള്ളത്. ഫാമിലിയും ഡെയിലി ലൈഫിനെയും പറ്റിയാണ് കണ്ടന്റ് ഇടാറ്, വ്ളോഗ്. ഇപ്പം റവന്യൂ പറയുന്നത് 2 മുതൽ 5 ലക്ഷം വരെ നമുക്ക് അപ്രോക്സ് മന്ത്ലി കിട്ടാൻ ഇതുണ്ട്. നല്ല ഫാമിലി ഓഡിയൻസ് നല്ല സ്ട്രോങ് ആണ് ആ കണ്ടന്റ് കാണാനായിട്ട്. അത് കാരണം 10ാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് ഏൺ ചെയ്യുന്നത് 2 മുതൽ 5 ആണ് ഓർത്ത് വെച്ചോ. അങ്ങനെ 10ാം സ്ഥാനത്ത് KL ബ്രോ ആണ്. അങ്ങനെ 9ാം സ്ഥാനത്ത് ഈബിൾ ജെറ്റ്. എല്ലാവർക്കും അറിയാം, ഈ ഒരു ഫേമസ് ഇഷ്യൂ കാരണം പോലീസിലൊക്കെ എത്തിയതാണ്. എന്തായാലും ഇപ്പം എല്ലാം ഓക്കെയാണ്. നമ്മളെ വണ്ടിയിൽ ഇതൊക്കെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് പൊളിയാണ് ഈബിൾ ജെറ്റ് കണ്ടന്റ് ട്രാവൽ അല്ലെങ്കിൽ വ്ളോഗ്സ് ആണ് ഇടുന്നത്. റവന്യൂ പറയുന്നത് 3 മുതൽ 6 ലക്ഷം പെർ മന്ത് ആണ്. അതാണ് കോൺട്രവേഴ്സി, നല്ല റീച്ച് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബൂസ്റ്റ് ചെയ്യും, അങ്ങനത്തെ കണ്ടന്റുകളാണ് അവരിടുന്നത്. അത് കാരണം ഈബിൾ ജെറ്റ്. പിന്നെ 8ാം സ്ഥാനത്ത് ടെക് ട്രാവൽ ഈറ്റ് ബൈ സുജിത് ഭക്തൻ. എല്ലാവർക്കും അറിയാം, ട്രാവലിൻ്റെ ആളാണ് സുജിത് ഭക്തൻ. അപ്പം കണ്ടന്റ് ട്രാവൽ പ്ലസ് ടെക് ആണ്. റവന്യൂ 5 മുതൽ 10 ലക്ഷം പെർ മന്ത് ആണ്. ആലോചിച്ച് നോക്കണം ഏണിങ് ചെയ്യുന്നത്. ഓഡിയൻസ് ലോയൽ ഓഡിയൻസാണ്, നല്ല ഓഡിയൻസ് തന്നെ അയാൾക്കുണ്ട്. അതുകൊണ്ട് 8ാം സ്ഥാനത്ത് ടെക് ട്രാവലാണ്. പിന്നെ 7ാം സ്ഥാനത്ത് വില്ലേജ് ഫുഡ് ചാനൽ. നിങ്ങൾക്കറിയായിരിക്കും, കുക്കിംഗ് ചാനലാണ്. നമ്മളെ ഫിറോസിക്കാര വില്ലേജ് ഫുഡ് ചാനൽ. കണ്ടന്റ് കുക്കിംഗ് ടീം ചാനലാണത്. റവന്യൂ പറയുന്നത് 10 മുതൽ 20 ലക്ഷം പെർ മന്ത് ആണ്. ഗ്ലോബൽ ഓഡിയൻസിന് നല്ല രീതിയിൽ ഇതാക്കാം. പിന്നെ 6ാം സ്ഥാനത്ത് M4 ടെക്. ഇതും എല്ലാവർക്കും അറിയാം. കണ്ടന്റ് എക്സ്പെരിമെന്റ് DYW. റവന്യൂ 15 ലക്ഷം പെർ മന്ത് വരെ. 15 അല്ലെങ്കിൽ 20 ലക്ഷം, 22 ലക്ഷമൊക്കെ പെർ മന്ത് വാങ്ങുന്നുണ്ട്. യൂത്ത് ഫെയിം ബേസ് നല്ലതാണ്. അത് കാരണം 6ാം സ്ഥാനത്ത് M4 ടെക്. ഇനി 5ാം സ്ഥാനത്ത് ഇത് ടോപ്പ് 5 എത്തിയിട്ടുണ്ട്. ഇതാണ് ഇനി മുതൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത്. 5 മുതൽ 1ാം സ്ഥാനം വരെ ആരൊക്കെയാണ്. ഇത് നിങ്ങൾ ഞെട്ടും. ഇത് നിങ്ങൾ മീൻസ് നമ്മൾ ഈ റവന്യൂ ബേസാണ്. അത് കാരണം ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയെന്ന് വരാം. പക്ഷേ നമുക്ക് അതും കൂടെ നോക്കണം, മനസ്സിലായോ? അത് കാരണമാണ് ഇതിൽ അങ്ങനെ പറഞ്ഞത്. ഇപ്പം കരിക്കാണ് 5ാം സ്ഥാനത്ത്. എല്ലാവർക്കും ഇഷ്ടമുള്ള കരിക്ക്. കണ്ടന്റ് വെബ് സീരീസും കോമഡിയും അതൊക്കെയാണ് അവർ ഇറക്കുന്നത്. റവന്യൂ 30 ലക്ഷം, 15 മുതൽ 30 ലക്ഷം പെർ മന്ത് അവർ ഏൺ ചെയ്യണം. അത് വ്യൂസ് അനുസരിച്ചാണ്, അതും കൂടെ നിങ്ങൾ ആലോചിക്കണം. പിന്നെ അവർക്ക് ബ്രാൻഡ് ഡീൽസൊക്കെ നല്ല ഹെവിയാണ്. അത് കാരണം നല്ല കൂടും. അത് കാരണം കരിക്കാണ് 5ാം സ്ഥാനത്ത്. ടോപ്പ് 5 എത്തിയിട്ടുണ്ട്. ഇനി ടോപ്പ് 4 ആരാണ്? 4ാം സ്ഥാനത്ത് മൃണൽ ദാസ് വ്ളോഗ്സ്. അത് ചെയ്യുന്നത് കണ്ടന്റ് ട്രാവൽ ഓർ ലൈഫ് സ്റ്റൈലാണ്. റവന്യൂ 25 ലക്ഷം പെർ മന്ത്, 10 മുതൽ. സിനിമാറ്റിക് കണ്ടന്റ് ആണ് മെയിനായിട്ട്. പിന്നെ ഇനി അതാണ് 4ാം സ്ഥാനത്ത് മൃണാൽ ദാസ് ആണ്. ഇനി ടോപ്പ് 3 എത്തിയിട്ടുണ്ട്. 3, 2, 1. ഇതാണ് എല്ലാവർക്കും ആകാംക്ഷ. ആരാണ് എന്നെല്ലാം അറിയാം. അപ്പം 3ാം സ്ഥാനത്തുള്ളത് RGU. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒറ്റയടിക്കാണ് കൊറോണ സമയത്ത് വന്ന് ഹിറ്റായി പൊളിച്ചത്, റിയാക്ഷൻ ചെയ്യുന്നത്.
പറയുന്നത് റീസെൻറ്റ് കോമഡി റോസ്റ്റിംഗ് വീഡിയോ അടിപൊളിയായിട്ട് ചെയ്യും. റവന്യൂ 20 മുതൽ 40 ലക്ഷം പെർ മന്താണ്. മാസീവാണ്. കൊച്ചു ആൾക്കാർ യൂത്തിൻ്റെ നല്ല റീച്ചുണ്ട് അർജുയ്ക്ക്. അത് കാരണം തന്നെ നല്ല എമൗണ്ട് കിട്ടാറുണ്ട്. പിന്നെ ടോപ്പ് 2 എത്തിയിട്ടുണ്ട്. 2 1 സ്ഥാനത്ത് എല്ലാവർക്കും ഉള്ളവരുടെ ഇതാണ്. നിങ്ങളെല്ലാവർക്കും അറിയാന്നുള്ള ഷസാം സിദ്ദീഖാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അത്രയും ഇതാണ് സമ്പാദിക്കുന്നത്. കണ്ടന്റ്, വ്ളോഗ്സും ലൈഫ് സ്റ്റൈലും. റവന്യൂ 25 മുതൽ 50 ലക്ഷം പെർ മന്താണ് ഇതാക്കുന്നത്. സ്ട്രോങ് ഇൻഫ്ലുവൻസർ പവറാണ്. നല്ല രീതിയിലുള്ള പവറുണ്ട്. ടെക്ല ചാനലും ഉണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതുണ്ട്. പിന്നെ ഫിറോസ് ചുട്ടിപ്പാറ ആണ് 1 സ്ഥാനത്ത്. നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്യുന്ന 1 സ്ഥാനത്ത് ഫിറോസ് ചുട്ടിപ്പാറ എന്ന് പറയും. കണ്ടന്റ് ചാരിറ്റി പ്ലസ് സോഷ്യൽ വർക്കാണ്. റവന്യൂ 30 ലക്ഷത്തിന് മുകളിൽ, 40 ലക്ഷം, 50 ലക്ഷത്തിന് മുകളിലുണ്ട് പെർ മന്ത്. പ്ലസ് ആഡും ഉണ്ട്, പ്ലസ് സപ്പോർട്ടും ഉണ്ട്. അത് കാരണം അത്രയും കിട്ടും. മാസീവ് ഇമോഷണൽ കണക്ട് ആൻഡ് ട്രസ്റ്റ് ഉള്ള ആളാണ്. അത് കാരണം 1 സ്ഥാനത്തുള്ളത് വേറെ ആരുമല്ല, ഫിറോസ് ചുട്ടിപ്പാറ. അപ്പം ഇതാണ് ടോപ്പ് 10 മുതൽ 1 വരെ. അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയാം. KL ബ്രോ ആണ് 10 സ്ഥാനത്ത്, 9 സ്ഥാനത്ത് ഈബുൽ ജെറ്റ്, 8 സ്ഥാനത്ത് ടെക് ട്രാവൽ ഈറ്റ് ബൈ സുജിത് ഭക്തൻ, 7 സ്ഥാനത്ത് വില്ലേജ് ഫുഡ് ചാനൽ, 6 സ്ഥാനത്ത് M4 ടെക്, 5 സ്ഥാനത്ത് കരിക്ക്, 4 സ്ഥാനത്ത് മൃണാൽ ദാസ് വ്ളോഗ്, 3 സ്ഥാനത്ത് ആർജു, 2 സ്ഥാനത്ത് ഷസാം സിദ്ദീഖ്, 1 സ്ഥാനത്ത് ഫിറോസ് ചുട്ടിപ്പാറ. ഇത്രയാണ് ഇതിലെ ഇത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, കാർത്തിക് സൂര്യയും അൺബോക്സിംഗ് ഡൂഡൊന്നും ഇതിൽ വന്നില്ല. അത് വരാത്തെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ബിഗ് യൂട്യൂബേഴ്സ് തന്നെയാണ്. പക്ഷെ റാങ്കിങ് ക്രൈറ്റീരിയ അനുസരിച്ച് അവർ ഇപ്പം ഇല്ല. ടോപ്പ് 10-നും 15-നും ഇടയിലൊക്കെയാണ് കാർത്തിക് സൂര്യ വരുന്നത്. പിന്നെ നമ്മൾ അൺബോക്സിംഗ് ഡൂഡും വരുന്നത് അത് തന്നെ 10-നും 15-ൻ്റെ ഇടയിലാണ്. അത് കാരണമാണ് അവർക്ക് കൊടുക്കാത്തത്. ബോർഡർ ലൈനിലാണ് അവർ നിൽക്കുന്നത്. അത് കാരണം അവർ കൊടുത്തില്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ലിസ്റ്റിൽ കാണുന്നവർക്ക് ഓരോ അഭിപ്രായങ്ങൾ കാണും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഓവറാൾ റീച്ചും ഇൻഫ്ലുവൻസ് ബേസ്ഡ് ആണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വേറൊരു യൂട്യൂബർ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക ആരാണ് നിങ്ങൾക്ക് ഇത് തോന്നുന്നത്. അതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം ഇതാണ് ടോപ്പ് 10. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചു. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് യൂട്യൂബർ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.